വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂർ ചന്തക്കുന്നിലെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്. കഴിഞ്ഞ 7 വർഷമായി യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമുണ്ടാവുമെന്ന ഉറപ്പാണ് നഗരസഭാ ചെയർപേഴ്സൺ നൽകുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് കൂമഞ്ചേരി എന്ന നാണിക്കുട്ടി, കൌൺസിലർമാർ തുടങ്ങിയവർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു. 2020 അധികാരമൊഴിയുന്നതിനു മുൻപായി ഇന്നത്തെ അധ്യക്ഷ UDF-ലെ പത്മിനി ഗോപിനാഥിന്റെ കാലത്താണ് ചന്തക്കുന്നിൽ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയുന്നതിനായി പൊളിച്ചിട്ടത്. എന്നാൽ പിന്നീട് വന്ന LDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തിരിഞ്ഞു നോക്കിയില്ല. കാലാവധി തീരുന്നതിന് ഏതാനും ദിവസം മുൻപ് പുതിയ ബസ് സ്റ്റാൻഡിന് തറക്കല്ലിട്ടു എന്നല്ലാതെ മറ്റു പ്രവർത്തികളൊന്നും പൂർത്തിയാക്കിയിരുന്നില്ല. നിലവിൽ ബസ് സ്റ്റാൻഡിന് നടുവിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അവിടെ നിന്ന് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റും. സ്റ്റാൻഡിൽ ഒരറ്റം ഓട്ടോറിക്ഷകൾ അവരുടെ സ്റ്റാൻഡായി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ബസ്സുകൾക്ക് പൂർണ്ണമായും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമുണ്ട്. ഷെഡ് പൊളിച്ചു മാറ്റുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് അധ്യക്ഷ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പഴയ ഭരണസമിതി സാങ്കേതികാനുമതി മാത്രമാണ് നേടിയിട്ടുള്ളതെന്ന് അധ്യക്ഷ പറഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. KNG റോഡിൽ നിന്ന് മയ്യന്താനി റോഡിലേക്കുള്ള റോഡ് നവീകരിച്ച് ടൈൽ പാകി വൃത്തിയാക്കി ചെറിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്യും. പഴയ ഭരണസമിതി തയ്യാറാക്കിയ ബസ് സ്റ്റാൻഡിന്റെ പദ്ധതി പ്രയോജനപ്രദമാണെന്ന് കണ്ടാൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ നാട്ടിലെ ഒരു വലിയ പ്രശ്നം യാത്രക്കാരുടെ ദുരിതം മാത്രമല്ല, നാട്ടുകാരുടെ പ്രശ്നം കൂടി മാറിയിരിക്കുകയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള ചില ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചതായിരുന്നു. പക്ഷേ തറക്കല്ലിടും ചെയ്താണ്. ദൗർഭാഗ്യവശാൽ അത് തുടർന്ന് പണി നടത്തുന്നുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി അതിനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി TS-ന് കൊടുത്തിട്ടേ ഉള്ളൂ, അതെങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പിൽ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഇപ്പം നാട്ടുകാരുടെ ആവശ്യവും ഞങ്ങളുടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നടുക്ക് ചെറിയൊരു ഷെഡ് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നടുക്കായതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും ആളുകൾക്ക് നിൽക്കാൻ വെയിലും അതേപോലെ മഴയും കൊള്ളുന്ന അത് ഉള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു സൈഡിൽ ഓട്ടോറിക്ഷ കൂടി വന്നതുകൊണ്ട് ബസ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ എപ്പോഴും ഇവിടെ കുരുക്ക് വരികയാണ്, ഗതാഗത കുരുക്ക് വരുന്നുണ്ട്. ഇത് വളരെയായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം അതിൻ്റെ പരിഹാരമാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പം നിലവിലുള്ള ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് നീക്കാനും അത്രയും കൂടി സൗകര്യം ഒരുക്കാനും മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ അതിന് സൗകര്യം ഒരുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഓട്ടോറിക്ഷ ഒരു ഭാഗത്തും ബസ് പൂർണ്ണമായി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച് പഴയ പോലെ തന്നെ ബസ് ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഒരു ബൈപ്പാസ് എന്ന രീതിയിൽ ഈ റോഡ് അതിലേക്ക് എൻട്രി കുറച്ചും കൂടി നന്നായി ഇപ്പോൾ ഇവിടെ ടൈൽ ചെയ്ത് വൃത്തിയായിട്ട് ഇതിൽ കൂടെ ചെറുവാഹനങ്ങൾ പ്രവേശിക്കാനുള്ള സൗകര്യവും അടിയന്തരമായി ഒരുക്കും. ഒരു പദ്ധതിയുടെ കാലാവധി പൂർത്തീകരിക്കാൻ പോണ സമയമായതുകൊണ്ട് വലിയൊരു പ്രവൃത്തി നടത്താനുള്ള ഫണ്ട് വയ്ക്കാൻ അംഗീകാരം വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഈ കാര്യം പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം. അതെന്തായാലും എത്രയും പെട്ടെന്ന് റോഡിൻ്റെയും അതേപോലെ ഈ ഷെഡിൻ്റെയും പ്രവൃത്തി ഞങ്ങളിപ്പോൾ തുടങ്ങും. അതിനുള്ള എൻജിനീയറിംഗ് വിങ്ങിൻ്റെ കൂടി സഹായത്തോടെയാണ് ഞങ്ങൾ വന്നത്. വെറുതെ വാക്ക് പറഞ്ഞ് അങ്ങനെ പോവില്ല, ആ പ്രവൃത്തി ആരംഭിക്കും. കഴിഞ്ഞ ദിവസം മാർക്കറ്റിലെ കാര്യം പറഞ്ഞ് അത് ഏൽപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ പകൽ വീടിൻ്റെ സൗണ്ട് സിസ്റ്റം റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. മത്സ്യ മാർക്കറ്റിലെ ഫ്യൂസ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ പറയുക മാത്രമല്ല, പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരാൻ കൂടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. പഴയ ഭരണസമിതിയിൽ നിന്ന് മാറി പുതിയ ഭരണസമിതി ഒറ്റക്കെട്ടായി ഇതിനുവേണ്ടി പ്രവർത്തിക്കും. നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ കൂടി സഹകരണം തേടുമെന്നും അധ്യക്ഷ പറഞ്ഞു. നഗരസഭാ എഞ്ചിനീയർമാരും മറ്റു ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.